വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ പഠിച്ചാലോ? എടാ ഒന്നുമില്ല, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൽ 5 കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുക. ഏതൊക്കെ 5 കാര്യങ്ങൾ സാർ? എല്ലാ ഇൻകങ്ങളും റെക്കോർഡ് ചെയ്യണം, എല്ലാ എക്സ്പെൻസസും റെക്കോർഡ് ചെയ്യണം. പോരാ, അസറ്റുകൾ മാറിയാൽ കൂടിയാലോ കുറഞ്ഞാലോ റെക്കോർഡ് ചെയ്യണം. ലയബിലിറ്റീസ് അത് കൂടിയാലോ കുറഞ്ഞാലോ റെക്കോർഡ് ചെയ്യണം. ഇനിയോ ഓണറിന്റെ ഫണ്ടായ ക്യാപിറ്റൽ ഇല്ലേ, അത് കൂടിയാലോ കുറഞ്ഞാലോ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളിൽ എന്ത് സംഭവിച്ചാലും ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യണം. അതാദ്യം നമ്മൾ ജേണൽ എൻട്രി ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കിയാലോ? ഇവിടെ നോക്കടാ, 31/6/2019 30,000 രൂപ സാലറി പേ ചെയ്തു. സാലറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബിസിനസ്സാ, നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുത്താൽ അതൊരു എക്സ്പെൻസ് ആണ്. സോ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു. അതേസമയം ഈ സാലറി കൊടുക്കുന്നത് എങ്ങനെയാ? ജസ്റ്റ് ഒന്ന് ഷൈക്കാൻഡ് കൊടുത്താൽ മതിയോ? ഇന്നാ നിങ്ങളുടെ സാലറി എന്ന് പറഞ്ഞിട്ട് പോരാ, എന്ത് തന്നെ കൊടുക്കണം, അവർക്ക് ക്യാഷ് ആയിട്ടോ അക്കൗണ്ടിൽ പണമായിട്ടോ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് എന്ന അസറ്റ് കുറയുന്നുണ്ട്. ഒരേ സമയം ഒരു എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു അസറ്റ് കുറയുന്നതായിട്ടും കാണിക്കണം. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷനും മിനിമം 2 അക്കൗണ്ടുകളെ അഫക്റ്റ് ചെയ്യും. ആ 2 അക്കൗണ്ടുകളെയും നമ്മൾ ജേണൽ എൻട്രിയിൽ എഴുതണം. നോർമലി ജേണൽ എൻട്രിയിൽ എങ്ങനെയാ വരിക? ഒന്നിനെ നമ്മൾ ഡെബിറ്റ് ചെയ്താൽ അടുത്തതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഫോർമാറ്റ് അറിയാലോ അല്ലേ? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതുന്ന അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത് ഈ 2 ഇട്ട് എഴുതുന്നില്ലേ, അതാണ് ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട്. സർ, 2 സ്ഥലത്ത് ഇപ്പൊ സാലറിയും അതുപോലെ തന്നെ ക്യാഷുമാണെന്ന് മനസ്സിലായി. അതിൽ ഏത് ഡെബിറ്റ് ചെയ്യണം, ഏത് ക്രെഡിറ്റ് ചെയ്യണം എന്നെങ്ങനെ തീരുമാനിക്കും? അതിന് എളുപ്പത്തിനായി നിങ്ങൾ ഈ റൂൾ പഠിച്ചാൽ മതി. ഈ റൂൾ എങ്ങനെയാ സർ? ആ ട്രാൻസാക്ഷന്റെ ഫലമായി അസറ്റോ എക്സ്പെൻസോ കൂടുകയാണെങ്കിൽ നിങ്ങൾ ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി കൂടാതെ കുറയുവാണ് ചെയ്യുന്നതെങ്കിലോ നിങ്ങൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ആര്? അസറ്റുകളും എക്സ്പെൻസുകളും മാത്രം. ഓക്കെ. എന്നാൽ മറ്റുള്ളവരാരൊക്കെയാ? നേരത്തെ പറഞ്ഞ 5 ബാക്കി 3 ആരാ? ലയബിലിറ്റികളും ഇൻകമും ക്യാപിറ്റലും. ഇത് 3 കൂടുവാണെങ്കിൽ നേരെ തിരിച്ചാ, അവന്മാരെ ക്രെഡിറ്റാ ചെയ്യണ്ടേ. കൂടുമ്പോ എന്താ ചെയ്യണ്ടേ? ക്രെഡിറ്റ്. കുറയുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ റൂള് പഠിച്ചു വെച്ചേ പറ്റൂ. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ നമുക്കൊരു പാട്ടിലോട്ട് പോയാലോ? നേരെ പാട്ടിലോട്ട്. അസറ്റും എക്സ്പെൻസും കൂടിയാൽ അവിടെ ഡെബിറ്റ്, അല്ലാണ്ടത് കുറഞ്ഞാൽ അവിടെ ക്രെഡിറ്റ്. കൂടിയ ഡെബിറ്റ്, കുറഞ്ഞ ക്രെഡിറ്റ്, കൂടിയ ഡെബിറ്റ്. അക്കൗണ്ടിൽ LIC അത് കൂടിയാൽ അവിടെ ക്രെഡിറ്റ്, LIC അത് കുറഞ്ഞാൽ അവിടെ ഡെബിറ്റ്. LIC അത് കൂടിയാൽ അവിടെ ക്രെഡിറ്റ്, LIC അത് കുറഞ്ഞാൽ അവിടെ ഡെബിറ്റ്. കൂടിയ ക്രെഡിറ്റ്, കുറഞ്ഞ ഡെബിറ്റ്, കൂടിയ ഡെബിറ്റ്. ഈ സാർ ഇത് എന്തോന്നാ പാടി കൂട്ടിയേക്കുന്നത് എന്നൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ലക്ഷ്യമുള്ളൂ. അതിന് ഞാൻ എന്ത് കോപ്രായം കാണിച്ചാലും നിങ്ങൾ അത് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ. എന്നിട്ട് ആ റൂൾ ഉപയോഗിച്ച് നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 2 lakh. ബിസിനസ്സിലേക്ക് ഓണർ പൈസ കൊണ്ടുവന്നു. എത്രയാ? 2 ലക്ഷം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സോ ബിസിനസ്സിലെ ക്യാഷ് എന്ന അസറ്റ് കൂടി, അതേസമയം ഓണറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള എമൗണ്ടും കൂടി. ദാറ്റ് മീൻസ് ഓണർ ബിസിനസ്സിൽ ഫണ്ട് കൊണ്ടുവന്നാൽ ഓണറിന്റെ ക്യാപിറ്റൽ കൂടും. അപ്പൊ ക്യാപിറ്റൽ കൂടിയാൽ റൂൾ അനുസരിച്ച് ക്രെഡിറ്റും, അസറ്റ് കൂടിയാൽ റൂൾ അനുസരിച്ച് ഡെബിറ്റുമാണ്. അപ്പൊ ക്യാഷ് എന്ന അസറ്റ് കൂടുന്നത് കൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റാ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റലിന് എന്ത് ചെയ്തു? ക്രെഡിറ്റും ചെയ്തു. ഓക്കെ സാർ, വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തരാമോ? നോക്കൂ, സാലറി പേ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സാലറി ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസസ് ഡെബിറ്റഡ്, അതുകൊണ്ട് സാലറിയെ ഡെബിറ്റ് ചെയ്തു. ഇനി സാലറി കൊടുക്കുമ്പോൾ ബിസിനസ്സിലെ ക്യാഷ് കുറയും, അസറ്റായ ക്യാഷ് കുറയും. അപ്പൊ നമ്മൾ പറഞ്ഞു അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇതാ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റും ചെയ്തു. ക്ലിയർ? യെസ് സാർ. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കിയാലോ? സോൾഡ് മെഷീനറി ഫോർ ക്യാഷ് 5 ലക്ഷം. മെഷീനറി എന്ന അസറ്റ് നമ്മൾ വിറ്റു. അപ്പൊ മെഷീനറി ഒരു അസറ്റ് ആണല്ലോ. മെഷീനറി എന്ന അസറ്റ് ബിസിനസ്സിൽ നിന്നും പോയി. ദാറ്റ് മീൻസ് ആ അസറ്റ് കുറഞ്ഞു. അതേസമയം ക്യാഷ് എന്ന മറ്റൊരു അസറ്റ് ബിസിനസ്സിലോട്ട് വന്നു. അപ്പൊ ക്യാഷ് എന്ന അസറ്റ് കൂടി. സോ നമ്മുടെ റൂൾ പ്രകാരം അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കൂടിയ അസറ്റായ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അസറ്റ് കുറഞ്ഞാലോ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അസറ്റായ മെഷീനറിയെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇതുപോലെ ഈ റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു ട്രാൻസാക്ഷൻ്റെയും ജേണൽ എൻട്രി എഴുതാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ടോപ്പിക്കുകൾ എളുപ്പമാക്കി പറഞ്ഞു തരാൻ മറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.